നമസ്തേ, ഭദ്രവിളക്കമ്മ ശരണം. എല്ലാവരും ഇപ്പോൾ നമ്മളോട് ഓരോ ദിവസങ്ങളായിട്ട് സംസാരിക്കുന്നതാണ് അന്നദാനം എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതലായി ചെയ്യുന്നത്, അല്ലെ അന്നദാനം കൊടുക്കുന്നതുകൊണ്ടുള്ള ഫലസിദ്ധി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അന്നദാനം മഹാദാനം എന്നാണ് വേദങ്ങളിൽ ഘോഷിക്കുന്നത്. അപ്പോൾ ഈ അന്നദാനം നമ്മൾ കൃത്യമായി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളുടെ നിത്യജീവിതത്തിൽ, ഒരു മനുഷ്യന് നിത്യജീവിതത്തിലുണ്ടാകുന്ന മഹാവിപത്തുകളിൽ നിന്ന് ആ വിപത്തുകൾ നമുക്ക് ഭവിക്കാതിരിക്കാൻ ചെയ്യുന്ന ഏറ്റവും മഹത്തരമായ ദാനങ്ങളിലെ ഒന്നാണ് അന്നദാനം എന്ന് പറയുന്നത്. ആ പഴയ കാലത്തെ പ്രാചീന കാലഘട്ടത്തിൽ നമ്മൾ ഒരു യാഗമോ ഒരു പൂജയോ നടന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ട് അന്നം കൊടുക്കുന്നതിലുപരി കറുത്ത പശുവിനെയും സ്വർണ്ണാഭരണങ്ങളും ഭൂമിയുമൊക്കെ ആയിരുന്നു ദാനം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കലിയുഗ കാലഘട്ടത്തിൽ ഒരു കറുത്ത പശുവിനെയോ സ്വർണ്ണാഭരണങ്ങളോ ഭൂമിയോ കൊടുക്കാൻ തക്കതായിട്ടുള്ള സമ്പത്ത് സാധാരണ വ്യക്തികൾക്കുണ്ടാകാത്തത് കൊണ്ട് ലളിതമായ രീതിയിൽ അന്നദാനത്തിൽ പങ്കാളിത്തത്തോടുകൂടി ഏർപ്പെടുമ്പോൾ ആ ഭവനത്തിലുള്ള വ്യക്തികളുടെ എല്ലാവിധ ദോഷാദി ദുരിതങ്ങളും ഈ ദാനാദി കർമ്മങ്ങളിൽ കൂടി ഒഴിവ് കാണുകയും അവർക്ക് ശ്രേഷ്ഠമായ ആയുസ്, ആയുരാരോഗ്യം, സൗഖ്യം, സമാധാനം, ഉദ്ദിഷ്ട കാര്യങ്ങൾ ക്ഷിപ്രവേഗേന സിദ്ധിക്കുകയും ചെയ്യുവാൻ ഭദ്രവിളക്കമ്മ അനുഗ്രഹിക്കും എന്നുള്ളത്, ലോകമാതാവ് അനുഗ്രഹിക്കും എന്നുള്ള സത്യമായ വചനങ്ങൾ മനസ്സിലാക്കുക. ഓം ഭദ്രവിളക്കമ്മേ ശരണം. നമസ്തേ.